നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 286th day. Today 57th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 256-ാം ദിവസം. ഇന്ന് 4-ാമത്തെ അധ്യായത്തിലെ 57-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം 4-ാമത്തെ അധ്യായത്തിലെ 57-ാമത്തെ ശ്ലോകം. തയാജ കഥിതം ഭർത്തൃ പ്രസൂതസുഖമർഭക ലോകസ്യ സുഖമുത്പന്നം ആത്മദേവ പ്രചോദയാത്. തയാജ കഥിതം ഭർത്തൃ പ്രസൂതസുഖമർഭക ലോകസ്യ സുഖമുത്പന്ന ആത്മദേവ പ്രചോദയാത്. ഓം തത്സത്. ഉടനെ ദുന്ദുലി തൻ്റെ ഭർത്താവിനോട് താൻ സുഖമായി പ്രസവിച്ചു, പ്രസവവേദനയോ മറ്റു കഷ്ടങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ആത്മദേവന് തനിക്ക് സന്താനമുണ്ടായതിൽ വളരെയേറെ സന്തോഷമുണ്ടായി. ജനങ്ങളെല്ലാവരും തന്നെ ആത്മദേവന് പുത്രനുണ്ടായി എന്നറിഞ്ഞിട്ട് വളരെയേറെ സന്തോഷിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ഇത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇത്രയധികം കള്ളത്തരം ചെയ്ത് സ്വന്തം ഭർത്താവിനെ തന്നെ ഇങ്ങനെ വഞ്ചിക്കാൻ സാധിക്കുക എന്ന് തോന്നാം. പക്ഷേ പറയുന്നത് കുബുദ്ധികളായ, കുൽസിതകളായ ദുഷ്ടസ്ത്രീകളായിട്ടുള്ളവർക്ക് എന്തും ചെയ്യുവാൻ കഴിയും. അവർക്ക് കഴിയാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. എങ്ങനെ വേണമെങ്കിലും വഞ്ചിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കും എന്നാണ് ഈ ശ്ലോകങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ആത്മദേവന് അടുത്ത് തനിക്ക് പുത്രനുണ്ടാകുമ്പോൾ തനിക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ദുന്ദുലി പുത്രനെ കാണിക്കുകയും ആത്മദേവന് സന്താനമുണ്ടായി, സൽപുത്രനുണ്ടായി എന്നറിഞ്ഞ് എല്ലാവരും വളരെയേറെ സന്തോഷിക്കുകയും ചെയ്തു. പ്രജകളെല്ലാം, ചുറ്റുവട്ടമുള്ള നാട്ടുകാരെല്ലാവരും ആത്മദേവന് പ്രജയുണ്ടായി എന്നറിഞ്ഞ് സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തയാജ കഥിതം ഭർത്തൃ പ്രസൂത സുഖമർഭക ലോകസ്യ സുഖമുത്പന്ന ആത്മദേവ പ്രചോദയാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.